ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും മേറ്റുമാർക്കും ഏറെ സന്തോഷകരമായ ഒരു വാർത്ത പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വരുന്നത്. അപ്പോൾ നിലവിൽ ജൂലൈ മുതൽ പണിയെടുത്തതിൻ്റെ പൈസ നിലവിൽ ആർക്കും കിട്ടിയിട്ടില്ല. കുറഞ്ഞ പഞ്ചായത്തുകൾ മാത്രമേ പ്രവൃത്തി നടന്നിട്ടുള്ളൂ. എന്നാൽ നാളിതുവരെയുള്ള പൈസകളൊന്നും ഇപ്പം ജൂലൈ അവസാനിക്കാൻ പോവുകയാണ്. ജൂലൈ 1 മുതലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ഇതുവരെ ലഭ്യമാകാത്തത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. നിലവിൽ എല്ലാ പഞ്ചായത്തും തന്നെ ഒരു പേയ്മെൻറ്റ് സംവിധാനത്തിൽ മാറ്റങ്ങൾ വന്നിരുന്നു. നിലവിൽ പേയ്മെൻറ്റിൽ രീതിയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ട്രഷറി വഴിയൊക്കെ ആക്കിയിട്ടുണ്ട് പേയ്മെൻറ്റ്. അപ്പം അത് ചെയ്യാൻ കുറച്ച് കാലതാമസം നേരിട്ടിരുന്നു. ഇപ്പോൾ ഇഷ്യൂസൊക്കെ പരിഹരിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. ഇഷ്യൂസ് നിലവിൽ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പൈസ അൺസ്കിൽഡ് വേജസ് എല്ലാവരുടെയും തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്കോ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തുന്നതാണ്. ജൂലൈ 1 മുതലുള്ള പണമാണ് വരാനുള്ളത്. ബാക്കിയുള്ള പണം നിലവിൽ ജൂൺ വരെയുള്ള പൈസ ഒക്കെ നിലവിൽ തൊഴിലാളികൾക്ക് അക്കൗണ്ടിലേക്ക് കിട്ടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കുറഞ്ഞ ഓരോ പഞ്ചായത്തിലും ചില വ്യക്തികൾക്കും ചില തൊഴിലാളികൾക്കും മാത്രം പൈസ കിട്ടാത്തതുണ്ട്. അപ്പോൾ നിലവിൽ അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ പേയ്മെൻറ്റ് കുറച്ച് സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിലവിൽ കണ്ടുപിടിച്ച് അതിൻ്റെ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്ത് അതിനനുസരിച്ച് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളും നിലവിൽ വരുന്നുണ്ട്. അപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പരിഹരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. പിന്നെ കിട്ടാനുള്ളത് ജൂലൈ 1 മുതലുള്ള കൂലിയായിരിക്കും നിങ്ങൾക്ക് വരാനുള്ളത്. അതും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇതുവരെ ജൂലൈ 1 മുതൽ ഇപ്പം വിവിജി രാംജി വന്നതിന് ശേഷം പുതിയ പേയ്മെൻറ്റ് സംവിധാനമാണ്. അൺസ്കിൽഡ് വേജസൊക്കെ ഡയറക്റ്റായിട്ട് നിലവിൽ തൊഴിലാളികളുടെ കൂലി മൊത്തം കേന്ദ്ര സർക്കാർ നൽകുന്നതായിരുന്നു. നിലവിലെ ഇതിൽ 60% കേന്ദ്രവും 40% കേരള സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ നിലവിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നതാണ്. പിന്നെ മേറ്റുമാരെ കൂലി സംബന്ധിച്ചാണ്. മേറ്റുമാർക്ക് ഫണ്ട് കേന്ദ്രം നൽകിക്കൊണ്ടുള്ള ഓർഡറാണ് നിലവിൽ കാണുന്നത്. അതായത് 342 കോടിൻ്റെ മുകളിൽ ഫണ്ട് കേരളത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ 342 കോടി തെയ്യോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ നിലവിൽ കിട്ടാനുള്ള ഫണ്ടിൻ്റെ ഏകദേശം ഒരു പകുതിയോളമാണ്. ഇപ്പോൾ പകുതി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത്രേ കേന്ദ്രം നൽകിയിട്ടുള്ളൂ. അപ്പം നിലവിൽ പഴയ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കിട്ടാനുള്ളത് കേന്ദ്രം നൽകേണ്ട ഫണ്ട് അപ്പോൾ 342 കോടി മെറ്റീരിയൽ വിദഗ്ധ മേറ്റുമാരെ കൂലി, അതേമാതിരി വേറെ വിദഗ്ധ തൊഴിലാളികളുടെ കൂലി എന്നിവ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതും അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ മേറ്റുമാർക്ക് എല്ലാവർക്കും കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും മേറ്റുമാർക്ക് കുറേ പേർക്ക്, അതായത് കഴിഞ്ഞ മാസങ്ങളിൽ ജൂൺ മാസം പേയ്മെൻറ്റ് വന്നതാണ്. അപ്പോൾ കുറേ പേർക്ക് തീർത്തും കിട്ടി നമ്മളെ കമൻറ്റിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ തീരെ കിട്ടാത്തവരും ഉണ്ടെന്ന് നമ്മളെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പഞ്ചായത്തിലൊന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ പഞ്ചായത്തിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫണ്ട് റിലീസാക്കിയാൽ നമ്മൾ എല്ലാ ജില്ലയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് ഫണ്ടൊക്കെ അലോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തുടർന്ന് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റും എത്രത്തോളം ഫണ്ടാണ് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ നിലവിലെ ഫണ്ട് കേന്ദ്രം കൈമാറിയ ഓർഡറാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മേറ്റുമാരെ കൂലി വരുന്നു എന്നുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മേറ്റുമാരെ കൂലി എന്ന് പറയുമ്പോൾ അതിൽ കുറേ നെഗറ്റീവ് മെസ്സേജുകളാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. നമുക്ക് വരുന്ന കമൻറ്റ് ബോക്സിൽ അധികവും നെഗറ്റീവായിട്ട് മേറ്റിൻ്റെ കൂലിയും പറഞ്ഞ് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളാണ് വരുന്നത്. അപ്പോൾ ഇത് കേന്ദ്രം നൽകിയ ഫണ്ടിൻ്റെ ഓർഡറാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ കേരള സർക്കാരിൻ്റെ മേറ്റിൻ്റെ കൂലിയൊക്കെ 25% കേരള സർക്കാരായിരുന്നു നിലവിൽ പണ്ട് മുതലേ എടുത്തു പോകുന്നത്. അപ്പോൾ അതും കൂടി വെച്ചതിന് ശേഷമാണ് ഇത് റിലീസാക്കുക കേട്ടോ. ഇത് ഇന്നും നാളെയൊന്നും കിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ അടുത്ത് തന്നെ റിലീസ് ഉണ്ടാകും. ഇത് ഫണ്ട് വിതരണം ചെയ്തിട്ട് അതിൻ്റെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അധികം ഡിലേ വരില്ല. പെട്ടെന്ന് തന്നെ റിലീസാക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം നിങ്ങൾക്ക് മാക്സിമം എല്ലാ കൂലിയും കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിലവിൽ കഴിഞ്ഞ വർഷത്തതൊക്കെ തീരാൻ മതിയാവും. ഇതിന് ഈ ഏപ്രിൽ മുതലുള്ളതായിരിക്കും പിന്നെയും പെൻഡിങ് ആയി പോകാമെന്ന് തോന്നുന്നു. പിന്നെ ചിലർക്കൊക്കെ ഈ വർഷത്ത് മാത്രമേ പെൻഡിങ് ഉള്ളവരും ഉണ്ടാവും. അപ്പം കഴിഞ്ഞ വർഷത്ത് മേറ്റുമാരെ കൂലിയൊക്കെ കൈവതം കിട്ടാനാണ് സാധ്യത. അപ്പോൾ ഇതൊരു സാധ്യത
സാധ്യത മാത്രമാട്ടോ, ഉറപ്പുള്ള വീഡിയോ ഒന്നല്ല കേട്ടോ. അപ്പോൾ മാറ്റ് കൂലി വിതരണം ചെയ്യും ഓരോരോ പഞ്ചായത്തിനും, പക്ഷേ എത്രത്തോളം മാറ്റുമാർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. കിട്ടാനുള്ളതിൻ്റെ ഒരു 40% ഫണ്ടായിരിക്കും ഓരോ പഞ്ചായത്തിനും കിട്ടുക എന്ന് തോന്നുന്നു ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മാറ്റുമാരെ വേതനവും റിലീസാക്കുക. പിന്നെ മാറ്റുമാരെ കൂലി അതേമാതിരി തന്നെ ഇപ്പം പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, നിങ്ങൾക്ക് പുതിയ പദ്ധതി പ്രകാരം 125 പണിയുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ കഴിഞ്ഞ ഏപ്രിലിന് ശേഷം എടുത്ത പണി നൽകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ അതിന് ഈ പുതിയ പണി മാത്രമേ കണക്കിൽ വരുത്തൂ. പുതിയ പദ്ധതി പ്രകാരമാണ് നിങ്ങൾക്ക് 125 പണി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതിയിൽ നിങ്ങൾക്ക് 125 തൊഴിൽ ദിനമാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ജൂലൈക്ക് മുന്നേ പണിയെടുത്ത ദിവസങ്ങളിലൊന്നും പുതിയ പദ്ധതിയിൽ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തൊട്ട് നമുക്ക് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാളെയും മറ്റന്നാളൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ വീഡിയോയിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിലവിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ആ ഒഴിവാക്കിയിട്ട് വീഡിയോ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എല്ലാ ദിവസങ്ങളിലും മാക്സിമം മാറ്റങ്ങൾ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളും ഉള്ള ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റിലൂടെ. അതേപോലെ നമ്മളൊരു ലൈവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈവ് ട്രെയിനിങ് കിട്ടിയതിന് ശേഷം ചെയ്യണമെന്നായി വിചാരിച്ച്, അപ്പോൾ ട്രെയിനിങ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭ്യമാക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ലൈവും കാര്യങ്ങളും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതിൽ കൂടി ചോദിച്ചിട്ട് നമുക്ക് എന്താ പറയുക സോൾവ് ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് പരിഹരിച്ച് തരുന്നതാണ്. പിന്നെ പുതിയ എസ്റ്റിമേറ്റ് തുടങ്ങിയെന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പല പഞ്ചായത്തിലും ഇപ്പോൾ എസ്റ്റിമേറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ട്രഞ്ചസും അതേമാതിരി 2 പ്രവൃത്തികളാണ് മെയിനായിട്ട് ചില പഞ്ചായത്തുകൾ എടുക്കുന്നത്. അതേമാതിരി വൃക്ഷത്തൈ നടൽ എന്ന പ്രവൃത്തിയൊക്കെ പല പഞ്ചായത്തിലും എടുക്കുന്നുണ്ട്. അതേമാതിരി ടെറസിങ്ങും ട്രഞ്ചസും അങ്ങനെ 2 പ്രവൃത്തികളാണ് മെയിനായിട്ട് എടുക്കുന്നത്. ഒന്ന് ഒരു മയക്കുഴി പോലത്തെ കുഴിയാണ്, പക്ഷേ അതിന് നീളത്തിലുള്ളൊരു ഇതാണ്, എന്താ പറയുക, ഒരു 1.5 to 2.5 മീറ്ററിൻ്റെ ഉള്ളിൽ നീളവും അതേമാതിരി 60 സെൻറ്റിമീറ്റർ താഴ്ചയും 60 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ഇതാണ് എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ പ്രവൃത്തികളാണ് മുന്നോട്ടുള്ളതാണെന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ തെങ്ങിൻ്റെയൊക്കെ സൈഡിലൊക്കെ ചെയ്താൽ തെങ്ങിനൊക്കെ നല്ലതാണെന്നാണ് പലരും പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രവൃത്തികളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ നിലവിലെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുക. പിന്നെ ഈ വർഷം ആകെ 125 തൊഴിൽ ദിനം മാത്രമല്ല 60 ദിവസത്തെ അവധി എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 60 ദിവസം തൊഴിലുറപ്പ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് 125 തൊഴിൽ ദിനം എടുക്കാൻ നോക്കുക. 125 തൊഴിൽ ദിനം പുതിയ പദ്ധതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്ത് എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കി, പുതിയ പദ്ധതി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ 3 വർഷത്തെ പരിധിയൊന്നും ഉണ്ടാവില്ല. ഇത് പുതിയ പദ്ധതിയാണ്, പുതിയ പ്രവൃത്തികളും പുതിയ മൺപറമ്പൊന്നും അല്ലല്ലോ. നിങ്ങൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പലതും ഈ പുതിയ പദ്ധതിയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ എടുത്ത പറമ്പിലൊക്കെ പുതിയ പദ്ധതി ആകുമ്പോൾ ആ പറമ്പിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ചോദിച്ച് നിങ്ങളെ പഞ്ചായത്തിൽ നിന്ന് എന്താണോ പറയുന്നത് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ എസ്റ്റിമേറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പ്രവൃത്തികൾ ആരംഭിക്കാൻ നോക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നത്. നിങ്ങൾ സംശയങ്ങളും കാര്യങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.